ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതു, അവരുടെ പേരിൽ ഷിജു എന്ന് പറഞ്ഞ ആളൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ 10 ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളതും ആണ് പരാതി. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകമായി ഈ സാമ്പത്തിക തട്ടിപ്പിന് എന്തെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ബാക്കിയുണ്ട്. അത് അന്വേഷിക്കണം. 10ഓളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. അല്ല, ഒരു FIR ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ പറയാൻ സഹകരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കത് പരിശോധിക്കും. അതെ അതെ അതെ. എല്ലാം ദേവസ്വം ബോർഡ് ജോലി ഓഫർ ചെയ്തിട്ടുള്ളതാണ് എല്ലാ തട്ടിപ്പും അങ്ങനെയാണോ? അല്ല, ഒരു കേസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറ്റു പരാതി അതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. പരാതി വ്യാജരേഖ എന്ന് പറഞ്ഞാൽ ഇവർ ഡ്രൈവറായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ സീലടിച്ചിട്ട് ഒപ്പിട്ടുള്ളത്. അത് നോക്കണം, ഓരോന്ന് നോക്കണം. അത് ഓരോരുത്തരും കണ്ട് ചോദിച്ചാൽ മൊഴി എടുത്തെങ്കിലും മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഈ കിട്ടിയ പരാതികളിൽ എന്താ പറയുന്നത്? ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനത്തിന് വേണ്ടി തന്നെ? അതെ അതെ, എല്ലാം എല്ലാമല്ല, ഈ ഒരു പരാതി. ബാക്കിയുള്ള പരാതി എന്താണെന്ന് കണ്ടുപിടിക്കാം, അത് മനസ്സിലാക്കണം. ഏത് പ്രതികൾ? അത് കൂടുതൽ അന്വേഷിക്കണം. ഇപ്പോൾ അവർ കസ്റ്റഡിയിലെടുത്ത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് അന്വേഷിക്കും. അല്ല, അങ്ങനെ 3ഓളം ആൾ പരാതി കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. തട്ടിപ്പ് നടത്തിയാൽ അത് ചോദിക്കണം. അല്ല, അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താനാവുന്ന ഒന്നും ഇല്ല, വേറെ ഒന്നുമില്ല. അങ്ങനൊന്നും പറയാറായിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കണം.